പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് പണം ആവശ്യമുണ്ട്. പണം ദൈവമക്കൾ ഇൻവെസ്റ്റ് ചെയ്താൽ വേറെ നടക്കും. ദൈവവേലയ്ക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. വിതയ്ക്കുക, കൊയ്യുക എന്നുള്ള ആശയത്തിലാണ് അതിനെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ലാഭമായി വിതയ്ക്കുന്നവർ ലാഭമായി മാത്രമേ കൊയ്യുള്ളൂ. ധാരാളമായി വിതയ്ക്കുന്നവർ ദൈവവേലയ്ക്ക് വേണ്ടി ധാരാളമായി കൈ തുറന്ന് പ്രവർത്തിക്കുവാൻ ആർക്ക് തയ്യാറാകുമോ അവർ വലിയൊരു കൊയ്ത്ത്, ആർപ്പോടുകൂടെ ഒരു കൊയ്ത്ത് ദൈവം അവർക്ക് നൽകുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കരുത്. അനീതിയുള്ള മാമോനെയും നീതിയുള്ള ദൈവത്തെയും കൂടെ സേവിക്കരുത്. നീതിയുള്ള ആളിനെയും അനീതിയുള്ള ആളിനെയും കൂടെ സേവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കൾ നീതിയുള്ള ദൈവത്തെ സേവിക്കുന്നവർ അനീതിയുള്ള മാമോനെ സേവിക്കുകയല്ല. അനീതിയുള്ള മാമോനെ ദാസനാക്കിക്കൊണ്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് ചില കാര്യങ്ങൾ, ചില ജോലികൾ ചെയ്യിക്കണം. അതെന്താണ് നമുക്കറിയാം. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവേൻ. അനീതിയുള്ള മാമോൻ നിനക്കില്ലാതെ വരുമ്പോൾ നിത്യകൂടാരത്ത് അനേക സ്നേഹിതന്മാരെ നിനക്ക് കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയോ? എത്ര പേർക്ക് മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൈ തുറന്ന് നീ പ്രവർത്തിച്ചാൽ അത് നിമിത്തം സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ നീ തയ്യാറായാൽ, നിനക്ക് പോകുവാൻ കഴിയാത്തടത്ത് ഒരാളെ അയക്കുവാൻ വേണ്ടി പണം മുടക്കുവാൻ നീ തയ്യാറായാൽ, നിശ്ചയമായും അത് നിമിത്തം അനേകർ നിത്യരാജ്യത്തിൽ കാണപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, നമ്മുടെ ശക്തി, നമ്മുടെ ബലം ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തിന്റെ മക്കൾ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവം നമുക്ക് അതിരിക്കുന്ന ബലം മുഴുവനും, ദൈവം നമുക്ക് അതിരിക്കുന്ന ആരോഗ്യം മുഴുവനും, ദൈവം നമുക്ക് അതിന് ശക്തി മുഴുവനും ദൈവത്തിന് വേണ്ടി ഓടുവാൻ, സുവിശേഷത്തിന് വേണ്ടി ഓടുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ഓടുവാൻ, ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ചെലവിടുവാൻ, അതിനു വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവത്തിന് മക്കൾ തയ്യാറാകുമെങ്കിൽ വേല വിജയിക്കുവാനിടയാകോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ആളുകൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ജോലി കിട്ടുമ്പോൾ ചിന്തിക്കും, എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ചില ആളുകൾ ചിന്തിക്കും, എൻ്റെ മക്കളുടെ വിവാഹം കൂടെ നടന്നിട്ട് ഞാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോളാം. എന്നാൽ അത് കഴിയാതെ വരുമ്പോൾ ചില ആളുകൾ പറയും, ഞാൻ പെൻഷനായിട്ട് ഇനിയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോളാം. എന്നാൽ പെൻഷനാകുമ്പോൾ BP പിടിച്ച്, ഡയബറ്റീസും പിടിച്ച്, കൊളസ്ട്രോളും പിടിച്ച്, വാദവും പിടിച്ച്, മുട്ടിന് വേദന, നടുവേദന, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സാഹചര്യമാകുമ്പോൾ, അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ സമയങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, എൻ്റെ അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, എനിക്ക് കർത്താവിനോട് ചെലവിടാൻ കഴിഞ്ഞില്ലല്ലോ, പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിക്കാനിടയാകും. എന്നാൽ ഞാൻ പറയാം, മടുക്കണ്ട, നിരാശപ്പെടേണ്ട. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം വന്നവര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നവൻ, ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകുന്നവൻ, ബാല്യക്കാർ തളർന്നു പോയാലോ, യൗവനക്കാർ ഇടറി വീണാലോ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് ദൈവത്തിന് വരുത്തി എഴുതിയിരിക്കുന്നിടത്തോളം ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്ക, എന്റെ ദൈവമേ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. എത്ര പേര് പ്രാർത്ഥിക്കോ, എന്റെ ദൈവമേ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിനോട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവം വിവിധ കൃപകൾ,
ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടവരാണ്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരാണ്. നമുക്ക് തന്നിരിക്കുന്ന കൃപകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിവിധമായ കൃപകൾ ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ ഈ മഹായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവവചനം വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്ത് പറഞ്ഞിരിക്കുന്നത് സകലതും ദൈവസഭയുടെ ആത്മീയ വർധനവിനായി ഉതകട്ടെ. ദൈവത്തിന് ജനമേ, കൃപ തന്നത് നമ്മുടെ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല, നമുക്ക് പുകഴുവാൻ വേണ്ടിയല്ല, നമുക്ക് ധനം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവസഭയുടെ മഹത്വത്തിന് വളർച്ചയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കതിരിക്കെ ശുശ്രൂഷകൾ, ദൈവം വിവിധ ശുശ്രൂഷകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരാണ്. നമുക്കതിരിക്കെ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഏത് മനുഷ്യനെയോ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ദൈവം തന്നൊരു ഉദ്യോഗപ്രകാരം എന്റെ വ്യാപരിക്കുന്ന ദൈവത്തിന് വ്യാപാര ശക്തിക്കൊത്തവണ്ണം ദൈവവചന ഘോഷണം ഞാൻ നിർവഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ ഭക്തന്മാർ പറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വന്നിരിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് വേണ്ടിയല്ല, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം ദൈവത്തിന്റെ മക്കൾ ഓർത്തുകൊള്ളണം. അടുത്തായിട്ട് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി, ദൈവം നമുക്ക് തന്ന അധികാരം, ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ബലമല്ല, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നു വന്നിരിക്കുന്നു. അനുഭവമുള്ളൊരു മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. അനേർക്ക് ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ഈ അത്യന്ത ശക്തി നമ്മുടെ മൺപാത്രങ്ങള് ദൈവം പകർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശക്തി ദൈവം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാണ്? സഭാ ഹോളുകളിൽ ഇരുന്നു കൊണ്ട് കൈ ശക്തിയോടടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് അന്യഭാഷ പറയാൻ വേണ്ടിയല്ല ഈ ശക്തി ദൈവം നമുക്ക് തന്നത്. പിന്നെയോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആ ശക്തി ഉപയോഗിക്കുവാനാണ് ദൈവം നമുക്ക് ശക്തി തന്നത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലോ യഹൂദിയയിലോ ശമരിയയിലോ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെല്ലാം സാക്ഷികളാകോ. സുവിശേഷ വേല ചെയ്യുവാൻ ശക്തി ആവശ്യമാണ്. ദൈവസഭ വളരണമെങ്കിൽ ദൈവസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് വിടുവിച്ച് അവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. പാപത്തിന്റെ തടവറയിൽ കിടക്കുന്നവരെ തടവറ തകർത്തുകൊണ്ട് ആ തടവറയുടെ പുറത്തു കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നവരുടെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് അവരെ വെളിയിൽ കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് സാധ്യമല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ട് സാധ്യമല്ല. അത് ചെയ്യണമെങ്കിൽ ഉയരത്തിലെ ശക്തി അത്യന്ത ശക്തി നമ്മുടെ മൺപാത്രങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ആത്മാവിന്റെ ശക്തിയോടുകൂടെ ദൈവത്തിന് മക്കൾ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുമെങ്കിൽ ബന്ധനങ്ങൾ അഴിയപ്പെടുന്നത്, കോട്ടകൾ തകരപ്പെടുന്നത്, ജനങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്, ദൈവസഭ വളരുന്നത് ദൈവത്തിന് ഞാൻ കാണുവാൻ പോകുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. അല്പസമയ കരങ്ങൾ തട്ടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഓ രവരാധിരാജരാധനവരാ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ദൈവത്തിന് മക്കൾ പോയെങ്കിലേ ദൈവസഭ വളരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നമ്മുടെ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ അധികാരം? സുവിശേഷ പ്രവർത്തനത്തിന് എതിരായി നിൽക്കുന്ന ശക്തിയുണ്ട്.
ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിക്കൊണ്ട് വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയെ പരാജയപ്പെടുത്തിയെങ്കിൽ സുവിശേഷം വരെ വിജയിക്കത്തുള്ളൂ. ആ ശക്തിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വയമായ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ സാധ്യമല്ല. ആ ശക്തിയെ പരാജയപ്പെടുത്തണമെങ്കിൽ പാമ്പുകളെയോ തേളുകളെയോ ശത്രുവിന്റെ സകല ബലത്തെയോ ചവിട്ടാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരമുണ്ട്. ശക്തിയുള്ള ദൈവമക്കൾ, അധികാരമുള്ള ദൈവമക്കൾ അന്ധകാര ശക്തികളെ നേരെ അവര് കടന്നിയെന്ന ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ അധികാരമുള്ള ഒരു ദൈവം നേരെ നിൽക്കാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കോ ആത്മനിറവുള്ള ഒരു ദൈവദാസന് നേരെ നിൽക്കാൻ കഴിയത്തില്ല. ഉറപ്പുണ്ടെങ്കിൽ ആത്മാവി ദൈവത്തെ സ്തുതിക്കാം. ഓ രമരാതിരാജരാധലമര. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവമുള്ള അനേക ദൈവദാസന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തികൾ അധികാരത്തിന്റെ മുമ്പ്, ശക്തിയുടെ മുമ്പ് പരാജയപ്പെടുവാനിടയാകും. ദൈവരാജ്യം വിജയിക്കണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നത് പണസമ്പാദനത്തിന് വേണ്ടിയല്ല. കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നത് അത് നാം സ്വന്തം ആ ജീവിതത്തിന് വേണ്ടി അത് ഉപയോഗിക്കുവാനല്ല. കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നത് പ്രതാപത്തിന് വേണ്ടിയല്ല, നമ്മുടെ പേര് കേൾക്കുവാനല്ല, നമ്മുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല. കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാനാണ്. കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് സഭ വളർച്ചയുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന ചില കൃപാവരങ്ങളെ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ദൈവത്തിന്റെ മക്കളെ കൃപാവരം ജ്വലിപ്പിക്കുവാൻ തുടങ്ങിയാൽ വിശ്വാസം കേൾവിയാലോ, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ജ്ഞാനത്തിന്റെ വചനം കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ വിശ്വാസം വരും. വിശ്വാസം വരുന്നവർ ദൈവസഭയിലേക്ക് കടന്നു വരുവാനിടയാകോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു വരമാണ് വിശ്വാസവരം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ഭക്തന്മാർ ദേശങ്ങളെ പിടിച്ചടക്കിയത് അവിടെ ബലം കൊണ്ടായിരുന്നില്ല, അവിടെ വാളിന്റെ ശക്തി കൊണ്ടായിരുന്നില്ല. യോശുവയുടെ കാലത്ത് 31 രാജാക്കന്മാർ അധികാരം നടത്തിക്കൊണ്ടിരുന്ന ദേശങ്ങളെ പിടിച്ചടക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞത്, ഇസ്രായേലത്തിന് കഴിഞ്ഞത് വാളുകൊണ്ടായിരുന്നില്ല, തങ്ങളുടെ ശക്തി കൊണ്ടായിരുന്നില്ല. അവര് വിശ്വാസത്താ അവരെ ദേശങ്ങളിലേക്ക് കാലുവെച്ചപ്പോൾ ദൈവത്തിന്റെ ഭുജ അവർക്ക് വേണ്ടി നീട്ടപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനെ, നിനക്ക് കഴിവില്ലെങ്കിലോ, നിനക്ക് പ്രാപ്തിയില്ലെങ്കിലോ, നിനക്ക് വിശ്വാസമില്ല, നിനക്ക് യോഗ്യതകളൊന്നും കൂടുതൽ പറയാറില്ലെങ്കിലോ, വിശ്വാസത്തോടെ നീ ഒരു വീട്ടിൽ കാലുവെക്ക്. വിശ്വാസത്തോടെ നീ ഒരു ഗ്രാമത്തിൽ കാലുവെക്ക്. വിശ്വാസത്തോടെ നീ ഒരു പട്ടണത്തിൽ കാലുവെക്ക്. വിശ്വാസത്തോടെ കാലുവെച്ചാൽ ആ പട്ടണം നിന്റേതാകോ. കഴിഞ്ഞ ദിവസം നാം പാടിയല്ലോ, കാലുവെക്കുന്ന സ്ഥലമല്ല സ്വന്തമായി തീരോ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? വിശ്വാസത്തിന് വലിയ പവറാണ്. വിശ്വാസത്തോടെ ദേശങ്ങളിൽ കാലുവെച്ചാൽ ആ ദേശങ്ങൾ വിടുവിക്കപ്പെട്ട് ദൈവസഭ വളരാൻ പോകുകയാണ്. അവർ ദേശങ്ങളെ പിടിച്ചടക്കിയതിനെ കുറിച്ച് എബ്രായ ലേഖനം 1 അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വാസത്താൽ അവർ ദേശങ്ങളെ പിടിച്ചടക്കി. പിശാച് പൊടികുത്തി വാഴുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ വിശ്വാസത്താൽ കാലുവെച്ചാൽ ആ ദേശങ്ങൾ പിടിച്ചടക്കുവാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്. നാം ദൈവരാജ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഇൻവെസ്റ്റ് ചെയ്യേണ്ട മറ്റൊരു കൃപാവരമാണ് രോഗശാന്തി വരം. വേറൊരു കൃപാവരമാണ് വീര്യപ്രവർത്തികളുടെ വരം.